കുട്ടികൾ സ്കൂൾ വിട്ട് വരാനാവുമ്പോഴേക്ക് അടിപൊളി ടേസ്റ്റിൽ ഒരു സ്നാക്ക് റെഡിയാക്കി എടുത്താലോ. കുറഞ്ഞ ഓയിൽ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. എണ്ണയിൽ മുക്കി പൊരിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതൊരു എഗ് പഫ്സിൻ്റെ ഒക്കെ ടേസ്റ്റിലാണ് വരുന്നത്. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ബണ്ണ് വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഇവിടെ 4 ചെറിയ സൈസുള്ള ബണ്ണ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് പോർഷനിൽ ഇതുപോലെ സ്ക്വയറിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അടിവരെ കത്തി എത്തിക്കരുത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഭാഗം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പോർഷൻ എടുക്കുക. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാൻ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിത് കറക്റ്റ് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു വേറെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. 4ൻ്റെയും ചെയ്തെടുത്ത ശേഷം ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഞാനൊരു പാൻ വെച്ച് ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും, ആ ഒരു സവാളയിലേക്ക് ആവശ്യമായിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതിയെ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ എഗ് പഫ്സിനൊക്കെ ഉണ്ടാക്കുന്ന സിമ്പിൾ മസാല ഉണ്ടല്ലോ, അതാണ് ഇതിനും തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എഗ് പഫ്സിൻ്റെ ഒരു ടേസ്റ്റിൽ കിട്ടുന്ന ഒരു ബണ്ണ്, അങ്ങനെ സ്റ്റഫ്ഡ് ബണ്ണായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതി കേട്ടോ. ഇത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേ ഉണ്ടാവുള്ളൂ. ഒരു സവാള അങ്ങനെ വഴന്ന് വരുന്ന സമയത്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് ഇതുപോലെ കൈവച്ചിട്ട് പിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ആ ഒരു സവാളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഈ രീതിയിൽ കിട്ടും. ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി കേട്ടോ. ഇനി നമുക്ക് 2 കോഴിമുട്ട പുഴുങ്ങി വെക്കണം. 4ണത്തേക്ക് 2 എണ്ണം. അപ്പോൾ 1ൻ്റെ പകുതിയാണ് 1ൽ വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഉള്ളിയുടെ ഫില്ലിങ് ഉണ്ടല്ലോ, അത് ആദ്യം കുറച്ചൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പുഴുങ്ങിയ മുട്ട പകുതി മുറിച്ചത് ഇതിൽ ഉള്ളിൽ നിന്ന് ആക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ആ ഒരു ഫില്ലിങ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി, കുറച്ചൊന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുറിച്ച് വെച്ചിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള അതിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ ഒരു ഉള്ളിലുള്ള ബണ്ണിൻ്റെ മിക്സ്, അത് അതിൻ്റെ ചുറ്റും ഇതുപോലെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. 4 ഭാഗത്തും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ 4 ബണ്ണും ഞാൻ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 മുട്ട, അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ ഓരോ ബണ്ണും ആ ഒരു എഗ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ഓയിലോ ബട്ടറോ നെയ്യോ ഒരു പാനിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് അടിഭാഗം ആദ്യം വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗം ആദ്യം വെച്ച് കൊടുക്കണം. അങ്ങനെ 4 ഞാൻ ഒരുമിച്ചിട്ടങ്ങ് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. കുറഞ്ഞ ഓയിലിൽ ചെയ്തെടുത്താൽ മതി. ഓയിൽ കുടിക്കൊന്നുമില്ല കേട്ടോ ഇത്, ഈ ഒരു സ്നാക്ക്. എന്നിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 4ഉം തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് സൈഡ് പോർഷനിലൊക്കെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. സൈഡ് പോർഷനിലൊക്കെ അതുപോലെ ഇങ്ങനെ സ്പാച്ചില 2 എണ്ണം വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സൈഡിലും ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ എഗ് പഫ്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിലും വരും. ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഇത് ഒരെണ്ണം 2 ആൾക്ക് കഴിക്കാൻ പാകത്തിൽ സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ പകുതി കട്ട് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്